ഇനി 2 എണ്ണത്തിനും കൂടി 1.5 റിയാലുള്ളൂ ഗൈസ്. 2 എണ്ണത്തിനും കൂടി 1.5 റിയാലേ ഉള്ളൂ. ഇതിന്റെ ആ ഫ്രെയിമിന്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ ഇത് മേടിച്ചത്. കഴിഞ്ഞ ഭംഗി കണ്ട് മേടിച്ചാണ് ഗൈസ്. കണ്ടോ 3 ഫോർക്കിന് അപ്പൊ ഞാനൊരു പാക്കറ്റ് ഇങ്ങനെ എടുത്തു. ഇത് കണ്ടോ ടോം ആൻഡ് ജെറിനെ നോക്കിക്കേ നിങ്ങൾ. റേറ്റിന് നമ്മുടെ നാട്ടില് ഈ റേറ്റിന് നമുക്കിത് കിട്ടത്തില്ല. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള സാധനമാണ് സൂപ്പർ ക്ലെയിൻ ഉണ്ടല്ലോ. ഒരെണ്ണത്തിന് ഇതിന്റെ ഒരു കുപ്പി കേട്ടോ. നല്ല ഭംഗിയല്ലേ, വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്ന. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ കൃഷി വിത്ത് ആരിസ്. അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ടായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വൺ റിയാൽ ഷോപ്പിൽ പോയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ആ സാധനങ്ങൾ മൊത്തം നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. പക്ഷെ കാശുകൊണ്ടും സാധനങ്ങൾ കാശുകൊണ്ട് രാവിലെ എണീച്ചപ്പോൾ തന്നെ കുറേ അൺബോക്സ് ചെയ്തിട്ട്. സോ നമ്മളിന്ന് ആ വൺ റിയാൽ ഷോപ്പിൽ പോയിട്ട് കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ 2-3 കുഞ്ഞ് കവറിലേക്ക് മാറ്റി വെച്ച്. കാരണം വലിയൊരു കിറ്റാണ് കിട്ടിയിരുന്നത്. അപ്പോൾ കവറിൽ നിന്ന് മാറ്റി ഞാൻ വേറെ കിറ്റുകളാക്കി സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ് ഒക്കെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ നമ്മൾ സൗദിയിൽ റിയാദിൽ ബദിയ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ നിങ്ങളുടെ റിയാദുള്ള കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഐറ്റംസ് നിങ്ങൾക്ക് വില കുറച്ചിട്ട് വാങ്ങിച്ചിട്ട് പോകാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കുറേ സമ്മാനങ്ങൾ, കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാണ്ട് പോലട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ കാശിക്കുട്ടിന് ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നിപ്പുണ്ട്. ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. ടി വി അവനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. കാശിക്കുട്ട അൺബോക്സ് ചെയ്യാം. ഇത് കാശിക്കുട്ടി ഇന്നലെ മേടിച്ചിട്ടുള്ള എന്താ സൂപ്പർമാനാ സ്പൈഡർമാനാണ്. ഇതിനൊക്കെ 1 റിയാലുള്ളൂ, 1.5 റിയാലുള്ളൂ ഗൈസ്. ഇതുപോലത്തെ 2-3 മേടിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ എന്താ സാധനം ഉണ്ടായല്ലോ, അത് അവൻ്റെ സാധനങ്ങൾ അവൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിട്ട് ഓൾറെഡി. അപ്പോൾ ഗൈസ് ഇതാണ് സാധനങ്ങൾ. എവിടെ അതിന്റെ കയ്യിൽ വെക്കേണ്ട ഒരു സാധനം ഉണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ മേടിച്ചിരിക്കുന്ന വൺ റിയാൽ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള സാധനങ്ങൾ. ഈ ബോക്സിലല്ലായിരുന്നു, വലിയൊരു കവറിലായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റത്തെ അൺബോക്സിങ്ങിലേക്ക് കടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കവറിനകത്ത് ഞാൻ കുറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൺ റിയാൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ എത്ര റിയാൽ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ 300 സംതിങ് രൂപയ്ക്ക് എന്താ മേടിച്ചു. 200 എത്ര രൂപയ്ക്ക് ഞാൻ മേടിച്ചു ഗൈസ്. എന്തോ ആ സൂപ്പർ ക്ലേ കാണിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ചൊരു സാധനം ഒരു വെറൈറ്റി സാധനമാണ്. ഇത് കയ്യിൽ കെട്ടുന്ന ഒരു ബാൻഡ് വാച്ച് പോലത്തെ ഒരു സാധനമാണ്. പക്ഷേ എങ്കിൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഈ വാച്ച് ഇതിനകത്തൊരു ഹാപ്പിന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഹാപ്പിന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് മുത്തുകൾ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ, പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാശിനെ കാണാൻ പറ്റില്ല ഗൈസ്, കാണാൻ പറ്റും, നമ്മുടെ പുറകിൽ ഇരുന്നാൽ കാണാൻ പറ്റും. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് കുറേ മുത്തുകളുണ്ട്. ഇത് നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾ നാട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഇത് കുറേ കുഞ്ഞു മുത്തുകളുണ്ട്. ഓരോരോ പാക്കറ്റിലാക്കി ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണമല്ലോ. പിന്നെ ഇതിനകത്തൊരു പെന്ന് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. ഇതിനകത്തൊരു കുഞ്ഞു ഹോളുണ്ട്. ഈ ഹോൾ വഴിയിട്ട് ഇതിനകത്തുള്ള ഈ സ്റ്റോൺസ് എടുത്തിട്ട് ഈ ഒരു ബാൻഡിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പശയുണ്ട്. ആ പശ നമുക്കിങ്ങനെ പീൽ ചെയ്ത് കളയണം കേട്ടോ. ഞാനത് പുറത്തെടുത്തിട്ടില്ല, അത് പീൽ ചെയ്ത് കളഞ്ഞിട്ട് വേണം. ഇതിനകത്ത് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്, 1 2 3 പറഞ്ഞിട്ട്. ആ നമ്പറിലേക്ക് നമുക്ക് ഈ മുത്തിലെടുത്ത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ബാൻഡ് കിട്ടും ഗൈസ്. അതേ അപ്പോൾ ഇതുപോലെ. അപ്പോൾ കുട്ടികൾക്ക് നമുക്കൊക്കെ കയ്യിൽ ഇടാൻ പറ്റുന്ന ഒരു ബാൻഡാണ് കേട്ടോ. ഇതിന് 1.5 റിയാൽ എൻ്റെ ഉള്ളൂ ഗൈസ്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. കാശിക്കിൻ്റെ ഉണ്ട് മോക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളൊരു സാധനമാണ് ഗൈസ് ടാറ്റു. ഇത് കണ്ടോ. അപ്പോൾ ടാറ്റു അടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നാട്ടിലേക്ക് മേടിച്ചത് 1.5 റിയാൽ എന്തോ ഉള്ളൂ കേട്ടോ, 1.5-2 റിയാൽ എന്തോ ഉള്ളൂ. അപ്പോൾ ഗൈസ് നോക്കിക്കേ, കണ്ടതുപോലെ ടാറ്റു അടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ടാറ്റു കേട്ടോ. പല ഡിസൈൻ. നമ്മുടെ നാട്ടിൽ ഇത്ര അധികം കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ടാറ്റൂസിൻ്റെ. പല മോഡലുണ്ട് കേട്ടോ. ഇത് കടുവയും കങ്കാരും സിംഹവും എല്ലാം ഉണ്ട്. അച്ചെടുക്കല്ലോ. ഇത് കാശിക്കൊണ്ട് ഇന്നലെ മേടിച്ചിട്ടുള്ള നോക്കാണ്ട്. അപ്പോൾ അന്ന് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. ചുണ്ടിങ്ങനെയാണ് ചുണ്ട് വാരണ്ട്, നമുക്ക് വാസലിൻ പറ്റാം കേട്ടോ. ഓക്കെ, അപ്പോൾ ടാറ്റു ആണ് അടുത്ത സാധനം. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സൂചിയാണ് കേട്ടോ, സൂചികൾ. പിന്നെ ഒരു നല്ല അടിപൊളി ഒരു സാധനം കാണിച്ചു തരാം ഗൈസ്. ഇതിന് 2 എണ്ണം ഉണ്ട്. 2 ബോക്സ്, 2 ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള എന്താ ബോക്സ്. ഇത് അലുമിനിയം കമ്പിയാണോ
പ്ലാസ്റ്റിക് അല്ലാട്ടോ, ഇത് സ്റ്റീൽ പോലത്തെ എന്താണ് കമ്പി പോലത്തെയാണ്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും കിട്ട് വെക്കാം നല്ല ഭംഗിയിൽ. ഇതിന് 2 എണ്ണത്തിനും കൂടി എത്ര റിയാലാന്ന് അറിയാമോ? അമ്മ കാണിച്ചു കൊടുക്കാം. ഇനി 2 എണ്ണത്തിനും കൂടി 1.5 റിയാലുള്ളൂ ഗൈസ്. 2 എണ്ണത്തിനും കൂടി 1.5 റിയാലേ ഉള്ളൂ. നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നല്ല ബോക്സിലാട്ടോ. ഇത് ആക്ച്വലി ഞാനിത് ഭംഗിക്ക് മേടിച്ചാണ് കേട്ടോ, എന്തെങ്കിലും ഇട്ട് വെക്കാന്ന് ഓർത്തിട്ട് മേടിച്ചതല്ല. അപ്പോൾ നോക്കിക്കാൻ നല്ല ഭംഗിയുണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. ചൈനയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള 2 ബോക്സുകൾ, 2നും കൂടി 1.5 റിയാലുള്ളൂ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. പിന്നെ അടുത്ത സാധനം, ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ മേടിച്ചിട്ടുണ്ടായ ഒരു ഡെക്കറാണ് കേട്ടോ. ഇതൊരു ഫ്രെയിമാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ സമ്മാനങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണവരാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഒരു ഫ്രെയിം മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാം. അത് നോക്കി ഇതിനകത്ത് നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കത്തില്ലേ, ആ ഒരു സാധനമാണ്. ഇതിന് 1.5 റിയാലോ എന്തോ ഉള്ളൂ. പക്ഷേ ഇതിൽ വലിയ ക്വാളിറ്റി ഇല്ല കേട്ടോ. കാരണം ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ ഇത് പൊട്ടിപ്പോയായിരുന്നു. പിന്നെ എൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് കണ്ടോ, ബാക്കിൽ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഒട്ടിച്ചൊക്കെ വെക്കണം. വലിയ ക്വാളിറ്റി ഇല്ല. പക്ഷേ എങ്കിൽ ഇത് കണ്ടോ, ഇതിൻ്റെ ആ ഫ്രെയിമിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം 2 മേടിച്ചിട്ടുണ്ടായി. ഒരെണ്ണം നാട്ടിലിരിപ്പുണ്ട്. നല്ല ഭംഗിയില്ല ഗൈസ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മുടെ ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കുവാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമില്ല ഇത് കാണാൻ. അപ്പോൾ ഇതാണ് ഒരു സാധനം മേടിച്ചത്. പിന്നെ ഇത് ഞാൻ അറിയാണ്ട് കാശിക്കൂടിന് എന്താ സാധനം എടുത്തിട്ടതാണ്. പിന്നെ അച്ഛനാണ് എടുത്തിട്ടത്. അന്ന് ആരോ എടുത്തിട്ടതേ ബോക്സിൽ. ഇത് നമ്മുടെ ഉറങ്ങുമ്പോൾ വെക്കണ സ്ലീപ്പിംഗ് മാസ്ക്, സ്ലീപ്പിംഗ് ചെയ്യാൻ വേണ്ടി വെക്കണത്. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. സോ ഗൈസ് ഇത് ഇനി വെച്ച് നോക്കാം എന്തായാലും. വെറുതെ ഇതിനകത്ത് ഇവനെങ്ങനെ കാശി എന്തോ എടുത്തിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കണ്ടില്ല. നമ്മൾ ബാസ്ക്കറ്റും കൊണ്ട് ഓരോന്ന് എടുത്തെടുത്ത് നടക്കണില്ല. നേരത്തെ കാശി കൊണ്ട് എടുത്തിട്ടാന്ന് തോന്നുന്നു. പിന്നെ കാശി ഇവിടെ എണീച്ച് എന്ന് പറയാൻ നല്ല കാണത്തുള്ളൂ. പിന്നെ ആരട്ടെ? അച്ഛനായിരിക്കും. പിന്നെ ഒരു പെർഫ്യൂം മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പെർഫ്യൂമിനൊന്നും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല. പിന്നെ ഏട്ടൻ അത് കണ്ടു കഴിഞ്ഞപ്പോൾ വെറുതെ എടുത്തിട്ട് നല്ല മണമുണ്ട്. പക്ഷെ ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്യണം കേട്ടോ. ഞാൻ ഉണ്ട് കാലത്ത് 1-2-3 മണിക്കൂറായി അടിച്ചിട്ട്. കുഴപ്പമില്ല. പക്ഷെ വലിയ മണമൊന്നുമില്ല. കാണാൻ നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലാണ്ടത് ഏട്ടനെ പറക്കി എടുത്താന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഒരു സാധനം. ഇത് പിന്നെ കാശിക്കൂട്ടിനെ മേടിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം ഗൈസ്. ഇതിന് കുറച്ചധികം കളക്ഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം കാശിക്കുട്ടന് കളിക്കാൻ വേണ്ടിയിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച പസിൽസ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് ഒരു വുഡൻ്റെ കാർവ് ചെയ്തേക്കുന്നതാണ്, വുഡൻ ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് വച്ചേക്കണത്, ഉള്ളിൽ വച്ചേക്കണത് ഫോമിൻ്റെ ആണെന്ന് തോന്നുന്നു. നല്ലൊരു പശുമ്പയാണ്. ഇത് നമുക്ക് പസിലായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് പസിലായിട്ട് യൂസ് ചെയ്യാം. ആ പസിലിൻ്റെ കുറച്ച് ദിനോസർ ഉണ്ട്. പിന്നെന്താ, ഇത് ആകാശത്ത് പോണ എന്തോ റോക്കറ്റ് ഉണ്ട്. പിന്നെന്താ, പിന്നെ അതെ ദിനോസർ ഉണ്ട്. കാശി ദിനോസർ ഫാനായതുകൊണ്ട് ഞാൻ കുറേ ദിനോസറിനെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിയാണ് തോന്നുന്നു, കോഴിയുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾ ഇങ്ങനെ കുറച്ച് നേരം ഇത് വെച്ചിട്ട് കളിച്ചിട്ടിരുന്നോളൂല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 4 വയസ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് മേടിച്ചിട്ട് 3 വയസ്സ് തുടങ്ങി 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന സാധനമുണ്ട് ഇതൊക്കെ. അപ്പോഴേക്കും ഒരു ഇത് എന്തായാലും പഠിച്ചിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇത് പറ്റത്തില്ല. കുഞ്ഞു നഴ്സറി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെയാടി പോണ പിള്ളേരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും മേടിച്ചു കൊടുക്കാം കേട്ടോ. ഇന്നാ കാശ് കൊണ്ടുവെക്കും ഇത്. പിന്നെ ഞാൻ കാശിക്കൊണ്ട് ഒരു സോക്സ് വാങ്ങിയിട്ട്, ഞാൻ വിചാരിച്ച ഒരു സോക്സിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേങ്കിൽ ഞാൻ അവിടെ നിന്ന് ഒരു സോക്സ് വാങ്ങി. നല്ല സോഫ്റ്റ് സോക്സ് ആണ് ഇത്. തെർമൽ സോക്സ് ആണ് കേട്ടോ. ഇത് തണുപ്പത്ത് ഇടുന്ന സോക്സ് ആണ്. കണ്ടോ നല്ല ഭംഗിയിലേ കാണാൻ. അപ്പോൾ ഈ സോക്സ് 2 വാങ്ങിയിട്ടുണ്ടായ നല്ല പ്രിൻ്റൊക്കെ ഉണ്ട് ഇതിന്. കാശ് പിന്നെ കൊണ്ടുവന്നിട്ടൊരു സാധനമാണ്. ഇതെന്താണെന്നറിയാമോ? ഇതൊരു കാൻഡിൽ ഹോൾഡറാണ്. പക്ഷേങ്കിൽ ഇത് പറഞ്ഞാൽ ഞാൻ നിലത്ത് എടുത്ത് പൊട്ടിച്ചു ഗൈസ്. ഞാൻ എടുത്തപ്പോൾ പറഞ്ഞാൽ പൊട്ടി 1.5 റിയാലുള്ളൂ. ഇത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു കാൻഡിൽ ഹോൾഡർ കേട്ടോ. ഇതിനകത്ത് കാൻഡിലല്ല, ചന്ദനത്തിരി വെക്കുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ഓട്ടയൊക്കെ ഉണ്ട്. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് വെക്കാം. നല്ല ഭംഗിയുണ്ട്. പക്ഷെ നിലത്ത് വീണാൽ ആ നിമിഷം ഇത് തവിട് പൊടിയാകും. അങ്ങനത്തെ ഒരു സാധനമാണ്. ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങനെ താഴെ ഇരുന്ന് നോക്കിയപ്പോഴേക്കും താഴെ ജസ്റ്റ് ഒന്ന് വീണാനത് കവർ ഉണ്ടായില്ല. അപ്പോൾ ഒരെണ്ണം കവർ ഇല്ലാണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഒരെണ്ണം കവറിൽ നിന്ന് പുറത്തെടുത്തപ്പോഴേക്കും ഇതൊരെണ്ണം താഴെ പൊട്ടിയതിൻ്റെ പൈസ അവരെടുത്തോന്നറിയില്ല. നമ്മൾ ബില്ലിൻ്റെ കൂട്ടത്തിൽ, നമ്മൾ സാധനങ്ങൾ എടുത്ത കൂട്ടത്തിൽ ആ പെട്ടിയിൽ ഞാൻ പൊട്ടിയത് ഇട്ടിട്ടുണ്ടായിരുന്നു ബില്ലടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാങ്ങിച്ച സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ 3 സ്പ്രേ കുപ്പിയാണ് കേട്ടോ. സ്പ്രേ എന്ന് വെച്ചാൽ ബോട്ടിൽ നമുക്ക് തലയിൽ ഇങ്ങനെ സ്പ്രേ ഒക്കെ അടിക്കണമല്ലോ, വെള്ളം നമ്മളിപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ആ നേരത്തേക്ക് ഞാൻ തലയിൽ
അടിക്കാനും മുഖത്തൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഓരോ സാധനം ഒഴിച്ച് വെക്കാൻ വേണ്ടി കുപ്പി മേടിച്ചാണ്. ഇത് ഒരെണ്ണത്തിന് $1 റിയാലോ കണ്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മേടിച്ചാണിത്. $1 റിയാലല്ല, $1.5 റിയാലാണ്. അപ്പോൾ അങ്ങനെ മേടിച്ച 3 ബോട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ തെമ്മൂലൊക്കെ നോക്കി കഴിയുമ്പോഴേക്കും ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ. 2 എണ്ണത്തിന് $5 റിയാലൊക്കെയാണ് ഇങ്ങനത്തെ ബോക്സ് വരുന്നത്. അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയേട്ടോ. പിന്നെ വാങ്ങിയിട്ടുള്ളൊരു സാധനം കണ്ട ഗൈസ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ ചെറുത് വാങ്ങിയായിരുന്നു. ഇതെന്തിനാണ് മേടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഭംഗി കണ്ട് മേടിച്ചാണ് ഗൈസ്. ഇതുണ്ടോ കിളിക്കൂടാണ്. ഇപ്പം ഞാൻ കുറച്ച് മൂരി തരാം കേട്ടോ. നോക്കിക്കേ, ഇത് നോക്കി ഗൈസ്, ഇത് നമ്മുടെ കിളിക്കൂടാണ് ഗൈസ്. നല്ല ഭംഗിയില്ല. ഞാനിത് ഭംഗി കണ്ട് മേടിച്ചതാണ് കേട്ടോ. ഇതുപോലത്തെ 3 കിളിക്കൂട് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ വീട് വെക്കുമ്പോൾ കൊണ്ടുപോയി തൂക്കിയിടും ഗൈസ്. ഇവിടെയും തൂക്കിയിടും, പോകുമ്പോൾ കൊണ്ടുപോകും. നല്ല ഭംഗിയില്ലേ, നല്ല ഭംഗിയുള്ള ഇത് കിളിക്കൂടുകളാണ്. ഇതിൻ്റെ പല ഡിസൈനുള്ളതുണ്ട് കേട്ടോ. അപ്പം ഞാൻ 3 കണ്ടത് എടുത്തു. ഇതിൻ്റെ വേറെ സ്വർണ്ണ കളർ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഉണ്ട്. ഇത് ഇരുമ്പിൻ്റെ പോലത്തെയാണ് കേട്ടോ. ഇത് പൊട്ടിയൊന്നും പോകത്തില്ല. പറഞ്ഞാൽ ലൂസാണ് ഗൈസ്. ഇല്ല കുഴപ്പമില്ല. അയ്യോ, അപ്പോൾ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന് $1.5 റിയാലുള്ളൂ ഗൈസ്. $1.75 കേട്ടോ ഇതിന്. ഞാൻ ആ ഷോർട്ട് വീഡിയോ എടുത്തപ്പോൾ അത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ ആ ഷോപ്പിൽ പോയിട്ട് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം. കാരണം നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡെക്കോർ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടാവും ചെറിയ വിലയൊക്കെ. നമ്മളല്ലാത്ത ഷോപ്പിലൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ $5 റിയാൽ ഷോപ്പും $10 റിയാൽ ഷോപ്പൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ $1 റിയാൽ ഷോപ്പ് അറിയാത്ത കൂട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും സ്പൂൺ, ഇത്രയും ഫോർക്കിന് $3 റിയാലോ അങ്ങനെ എന്തോ ഉള്ളൂ കണ്ടോ. ഇത്രയും ഫോർക്കിന് അപ്പോൾ ഞാനൊരു പാക്കറ്റ് ഇങ്ങനെ എടുത്തു ഗൈസ്. ഇത്രയും എണ്ണത്തിന് $3 റിയാലോ അങ്ങനെ എന്തോ ഉള്ളൂ ഫോർക്ക് ഒരു പാക്കറ്റായിട്ട് കിട്ടിയാണ്. അപ്പോൾ അതങ്ങനെ എടുത്ത് നമ്മൾ ഇതുപോലത്തെ സ്പൂണുകൾ, കൈലുകൾ, പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പൊട്ടണ പാത്രമുണ്ട്, ഇല്ലാത്ത പാത്രമുണ്ട്. പൊട്ടാത്ത പാത്രം നോക്കി എടുക്കാം കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുള്ള കയ്യിലൊക്കെ നല്ല ഭംഗിയുള്ള കയ്യിലൊക്കെ ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. അപ്പോൾ എന്നാ ഫോർക്ക്. ഓക്കെ, നെക്സ്റ്റ് സാധനം മേടിച്ചത് ഒരു പേനയാണ് കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ തിളങ്ങുന്നേ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അതാ ഞാൻ പറയുന്നതാണ്, നിങ്ങൾ നാട്ടിലാണ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മേടിച്ചിട്ടുണ്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ സാധനമൊക്കെ മേടിച്ചെടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. ഇത് പേനയാണ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഗിൽറ്റർ ഉണ്ട്, തിളങ്ങുന്നുണ്ട്. ഇതും കണ്ടോ പല കളറല്ല, അത് ഗ്ലാസ് എന്തോ ആണ്, പൊട്ടത്തില്ല, പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പിന്നെ ചന്ദനത്തിരി മേടിച്ചിട്ട് മേലത്തെ ചന്ദനത്തിരിയുടെ ഹോൾഡറിന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഇതൊരു പെട്ടി മേടിച്ചിട്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്കും ഡെക്കോറായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചാണ്ട ഇത്. പക്ഷെ നമ്മൾ മോതിരമൊക്കെ ഇട്ട് വെക്കാം. എന്തൊക്കെ നല്ല ഭംഗിയില്ല. നമ്മുടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു കുഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു എന്തെന്നാ പെട്ടി. നല്ല ഭംഗിയില്ല കാണാൻ ഗൈസ്. പിന്നെ വെറ്റ് വൈപ്സ് വാങ്ങിട്ടോ. $1 റിയാലുള്ളൂ, $1.5 റിയാലോ എന്തോ ഉള്ളൂ. വെറ്റ് വൈപ്സ് വാങ്ങി. അതിനകത്ത് 10 അങ്ങാണ്ട് വെറ്റ് വൈപ്സ് ഉണ്ട് സൈഡിൽ. നമുക്ക് ഓരോ ബോക്സ് ഓരോന്നും എടുത്തിട്ട് അതിനകത്ത് നിന്ന് ഓരോ വൈപ്സ് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെയുള്ളതാണ്. പിന്നെ ഞാൻ മേടിച്ച സാധനമാണ് റിങ്. ഇത് കണ്ടോ, ഇത്ര റിങ്ങിന് എത്ര റിയാലാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? $1.5 റിയാലുള്ളൂ ഇത്ര റിങ്സിന് കേട്ടോ. മൈലാഞ്ചി ഉണ്ട്. അപ്പോൾ ഈ റിങ് എല്ലാം എനിക്ക് പാകാവേ. പക്ഷെ വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല. ചിലപ്പോൾ ഇതിൻ്റെ കളറൊക്കെ പോകും. പക്ഷേ എങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. $1.5 റിയാലുള്ളൂ. ഞാൻ ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. എല്ലാം നല്ല വലിപ്പമുള്ള റിങ്ങാണേ. കണ്ടോ, നല്ല വലിയ റിങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പാകാവും. ഓക്കെ, യെസ് ഗൈസ്, പാകാവുന്നുണ്ട്. ഇവിടെ ഭയങ്കര തണുപ്പാണ് ഗൈസ്. അപ്പോൾ റിങ്, അപ്പോൾ ഇതുപോലത്തെ ഒരു റിങ്ങും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ട്. 2 പിന്നെ താഴെ ഒരു റെഡ് ബട്ടർഫ്ലൈ ഉണ്ട്. നല്ല ഡിസൈനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ 10 മോതിരമാണ് ആയിട്ടുള്ളത്. 10 മോതിരം. അങ്ങനെ അടുത്ത സാധനം കാണിച്ചു തരാം ഗൈസ്. പിന്നെ അവിടെ നിന്ന് കുറേ കീ ചെയിൻസ് വാങ്ങട്ടോ. കീ ചെയിൻ മേടിച്ചപ്പോൾ അതിനകത്തുണ്ടല്ലോ ഭയങ്കര ഭംഗിയുള്ളൊരു കീ ചെയിൻ കണ്ട്, ടോം ആൻഡ് ജെറിൻ്റെ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഓ മൈ ഗോഡ്, ഇത് നോക്കിക്കേ. ഇത് കണ്ടോ, ഇത് ടോം അല്ലേ? ടോമിൻ്റെ വയറിരിക്കുന്ന നോക്കി. ഇതുപോലത്തെ ജെറി ഉണ്ട് ഗൈസ്. ടോമും ഉണ്ട്, ജെറി ഉണ്ട്. നോക്കിക്കേ, ടോം ആൻഡ് ജെറിനെ നോക്കിക്കേ നിങ്ങൾ. നല്ല ഭംഗിയില്ലേ കാണാൻ? നല്ല ഭംഗിയുള്ള കീ ചെയിൻ കേട്ടോ. ഇതിന് എത്ര റിയാലെന്ന് അറിഞ്ഞുകൂടാതെ ഞാൻ ലാസ്റ്റ് കണ്ടപ്പോൾ എടുത്താണ്. അങ്ങനെ നോക്കിയേ, അങ്ങനത്തെ അതേ കുറച്ച് കീ ചെയിൻസ് മേടിച്ചിട്ടുണ്ടായേ. നോക്കിയേ, വയറിങ്ങനെ തള്ളി നിൽക്കുന്ന സൈസ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുറച്ച് കീ ചെയിൻസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ കാശുകൂട്ടം കാണിച്ചു കൊടുത്തോ. ഇങ്ങനത്തെ കീ ചെയിൻ മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കീ ചെയിൻ ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇത് നോക്കിക്കേ, നല്ല ഭംഗിയില്ലേ കാണാൻ? ഓക്കെ, പിന്നെ
പിന്നെ കാശിക്കുട്ടിന് ആ കണ്ണിൽ വെക്കുന്ന സാധനം വീണ്ടും ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ട്, 2 എണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ സൂചി, പിന്നെ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, ക്യാൻഡിൽ കേട്ടോ. ഇങ്ങനെ വെക്കുന്ന ക്യാൻഡിൽ ഉണ്ടല്ലോ, നമുക്ക് ഇവിടെയൊക്കെ കത്തിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ട്. നീല കളറിലെ ടീ ലൈറ്റ് ക്യാൻഡിലാണ്. ഇട്ട് വെച്ചോളാം കേട്ടോ. നമ്മുടെ കാല് ഓർക്കണ സാധനം ഉണ്ടല്ലോ മരം പോലത്തെ, അതിന് 1.5 റിയാലുള്ളൂ, അത് മേടിച്ചിട്ടുണ്ട്. സോക്സ് മേടിച്ചിട്ടുണ്ട്. സോക്സിന് വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ, നമ്മൾ മേടിച്ച് നോക്കിയതാണ്. സോക്സ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങണ്ട, കാരണം വലിയ ക്വാളിറ്റി ഇല്ല, ചീപ്പാണ്. പിന്നെ ഞാൻ ഈ കറുത്ത കളറിലെ ടാറ്റു ഈ മൈലാഞ്ചി മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഇതുപോലത്തെ, എന്ന് വെച്ചാൽ ഞാൻ മറ്റേ മൈലാഞ്ചിയുടെ സെറ്റ് മേടിച്ചിട്ടുണ്ട്, ടാറ്റു ചെയ്യണ പോലത്തെ. അപ്പോൾ അതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മൈലാഞ്ചി മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബോ പോലത്തെ ഇതുപോലത്തെ ഒരു സാധനം കൊണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു കിട്ടിയതെല്ലാം വാങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ബോക്സിലുള്ള സാധനങ്ങൾ കഴിഞ്ഞ് ഇനി കാശിക്കുട്ട മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ട്, ഇത് കണ്ടോ ഗായ്, സ്ലൈമിൻ്റെ സെറ്റാണ്. 1 2 3 4 5 6 7 8 9 10 11 12 സ്ലൈമിൻ്റെ ഇതുപോലത്തെ ബോക്സ് ഉണ്ട്. 5 കൈമാറ്റ് 5.75 റിയാലാണ് കേട്ടോ, 5.75 റിയാലാണ്. ഒരെണ്ണം കൂടി ഉണ്ട്. കാശിനകത്തുനിന്ന് 2-3 എണ്ണം എടുത്ത് പുറത്ത് ഇന്നലെ തന്നെ എടുത്തിട്ടുണ്ട്. സോ ഗൈസ് ഇതിന് 5.75 റിയാലാണ് കേട്ടോ. ഇതൊക്കെ 5 റിയാലിൽ ഇത്രയും സ്ലൈം കിട്ടാൻ പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. കാരണം റേറ്റിന് നമ്മുടെ നാട്ടിൽ ഈ റേറ്റിന് നമുക്കിത് കിട്ടത്തില്ല. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് പിള്ളേർക്ക് കൊടുത്താൽ, കാരണം ഇച്ചിരി വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഒന്നും അധികം കൊണ്ടുപോകാനില്ല. പിള്ളേർക്ക് കുറേ സമ്മാനം മേടിച്ച് കൊടുക്കണം എന്നുള്ളവർക്കാണെങ്കിൽ യൂസ്ഫുൾ ആവും. പിന്നെ നല്ല സോക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതിന് 4 റിയാലാണ് ഈ 3 സോക്സിന്. തെർമൽ സോക്സ് ആണ്, 4 റിയാലുള്ളൂ 3 സോക്സിന് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിന് ഈ സോക്സ്. പിന്നെ ലോക്കൽ സോക്സും ഉണ്ട് അവിടെ, നല്ല സോക്സും ഉണ്ട്. അപ്പോൾ നല്ല സോക്സ് ഇതേ നോക്കിക്കേ, നല്ല സൂപ്പർ സോക്സ് ആണ്. ഇത് നിങ്ങൾ മേടിച്ചു ഇങ്ങനത്തെ ടൈപ്പ് കേട്ടോ, അതെ ഇങ്ങനെ ഇരിക്കുന്ന നീളത്തിലുള്ളത്. അത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ, നിങ്ങളവിടെ പോകണമെങ്കിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ മേടിച്ചത് സാധനം അടുത്ത കവർ എടുക്കാം ഗൈസ്. നെക്സ്റ്റ് കവർ ഇതുപോലാണ്ട് കാശിലെ കവർ വേറെ ഉണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല, അത് മൊത്തം കളിപ്പാട്ടങ്ങളാണ്. അത് ഓടിച്ചിട്ട് വെറുതെ കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കാണിച്ചില്ല ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന, പ്ലേസ് ചെയ്ത് വെക്കുന്ന മുത്തിൻ്റെ സാധനം, അതിൻ്റെ സാധനമാണ് കേട്ടോ ഇത് കണ്ടോ. ഇതിനകത്ത് ഇതുപോലത്തെ ഒരു പടം ഉണ്ട് കേട്ടോ, ഇതുപോലത്തെ ഒരു പടം ഉണ്ട് ഇതിനകത്ത് കണ്ടോ. ഈ പടത്തിനകത്ത് ഇതുപോലെ നമുക്ക് ഇതുപോലെ മുത്തൊട്ടിച്ച് വെക്കാം. അപ്പോൾ ഇതുപോലത്തെ 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇതുപോലെ റൗണ്ടിലുള്ളതും ഒരെണ്ണത്തെ ഇങ്ങനത്തെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, കണ്ടോ ഇതുപോലത്തെ മേടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ 2 ഞാനിത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് കുറേ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് കേട്ടോ, വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. എന്നിട്ട് കുഞ്ഞു മുത്തുകളാണ് അത് ഒട്ടിക്കാനുള്ളത്. അത് മുഴുവനും നമ്മൾ ഒട്ടിച്ച് തീർക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. കാച്ചിക്കൂടെ സൈഡിൽ നിന്ന് എന്തൊക്കെയോ കാണിക്കണ്ടേ. പിന്നെ ഇതിൻ്റെ പുറകിൽ ഒട്ടിക്കുന്ന പശ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്തുനിന്ന് ഏതോന്നും ചാടിപ്പോയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള സാധനമാണ് സൂപ്പർ ക്ലേ. ഈ സൂപ്പർ ക്ലേന് ഉണ്ടല്ലോ ഒരെണ്ണത്തിന് 1.75 റിയാലുള്ളൂ ഒരെണ്ണത്തിന് കേട്ടോ. ഇത്രയും സൂപ്പർ ക്ലേ ഉണ്ട് ഗൈസ്. അതായത് നമ്മുടെ നാട്ടിൽ 22 രൂപ 30 രൂപക്ക് നമുക്ക് ഇത്രയും സ്ലൈം കിട്ടും. ഇത് ഒരെണ്ണം വാങ്ങിക്കാൻ നമ്മുടെ നാട്ടിൽ എത്ര രൂപ കൊടുക്കണം? 100 രൂപ. സൂപ്പർ ക്ലേ മേടിക്കാൻ നമ്മുടെ നാട്ടിൽ 110 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 90 രൂപയിൽ കൊടുക്കണം. നമ്മുടെ ഓൺലൈനിൽ മീഷോന്നാണ്, ആമസോണാണ്, ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ. പക്ഷേ എങ്കിൽ ഇവിടെ നിന്ന് നമുക്കിത് കിട്ടിയത് ജസ്റ്റ് 1.75 റിയാലാണ് ഒരെണ്ണം. അതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്ത് ഗൈസ്. എനിക്ക് അവിടെ ചെന്നിട്ട് വെഗി പിടിച്ചടക്കുവാണ്, അവിടെ കുറേ ഉണ്ടായിരുന്നേ. പിന്നെ ഇത് പൊട്ടിച്ച് നോക്കിയിട്ട് ഇത് നല്ല ക്വാളിറ്റി ആണെന്ന് അറിയണമല്ലോ. എന്തായാലും ഞാനിത് പൊട്ടിച്ചിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. അന്നേരം ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ആണെന്ന്. കണ്ടിട്ട് നല്ല പോലെ റാപ്പൊക്കെ ചെയ്തിട്ട് എയർ കയറാൻ ടൈറ്റാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നല്ല 4 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ മേടിച്ചിട്ടുള്ള സാധനം ഞാൻ നേരത്തെ കാശിക്കൊണ്ടൊരു വാച്ച് മേടിച്ച് പറഞ്ഞില്ലേ, അതുപോലത്തെ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റിക്കേഴ്സ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. ഇത് കണ്ടോ ഇച്ചിരി നീങ്ങി കാശിക്കുഞ്ഞ്. പിന്നെ ഞാൻ സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിക്കറാണ്, ഇത് കണ്ടോ വീടിൻ്റെ ഷേപ്പിൽ. ഇത് ഫുള്ളും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കറാണ്. ഇതിന് 1.75 റിയാലുള്ളൂ കേട്ടോ. അങ്ങനെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ ഒരു വാട്ടർ കളറും പിന്നെ അതുപോലത്തെ ഒരു സാധനമുണ്ട്, ഒരു ഗ്ലാസിൻ്റെ ഒരു സാധനം ഉണ്ട്. ഇത് കണ്ടോ, ഇനി അത് നമുക്ക് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ. പിന്നെ മേടിച്ചിട്ടുണ്ട് അതുപോലത്തെ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. ഇത് കാച്ചിക്കൂട്ടിന് എനിക്ക് കൊണ്ട് കളിക്കാനും ഇരിക്കാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചാണ്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ സാധനം. ഇതിനൊക്കെ 1.5 റിയാലോ 2 റിയാലോ എന്തോ ഉള്ളേ. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള 2 പുസ്തകങ്ങൾ കാണിച്ചു തരാം കേട്ടോ. കാശിക്കൂട്ടിന് മേടിച്ചല്ല കേട്ടോ, പുസ്തകം എനിക്ക് മേടിച്ചാണ്. ഇത് കണ്ടോ,
ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു പുസ്തകം. പിന്നെ ഒരു പുസ്തകം ഞാൻ പൊളിച്ചിട്ടില്ല കവറ്. ഈ പുസ്തകത്തിൻ്റെ ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം ഗൈസ്. ഇങ്ങനെ വന്നിട്ട് ഇതിനകത്ത് കുഞ്ഞു ഇതൊക്കെ ഇതുപോലെ കുറേ പേജസ് ഉണ്ട് കണ്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പുസ്തകമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സൈഡിൽ മൊത്തം ഇതുപോലെ വരയാനിട്ടേക്കുന്നത്, ഒരു സൈഡിൽ ഇങ്ങനെ 2 കോളങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ പേജസ് ഉണ്ട്. നല്ല സ്പൈറൽ ചെയ്തേക്കുന്ന ഒരു പുസ്തകമാണ് കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടല്ലേ ഗൈസ്. അപ്പോൾ അതുപോലത്തെ ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ തുറന്നിട്ടുണ്ടായില്ല. ഇതിനകത്ത് എങ്ങനത്തെ പേജസ് ആണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കട്ടെ കേട്ടോ. യെസ്, ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആകാശത്തുള്ള എന്തോ സാധനം പോലെ ഉണ്ട്. ലക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. നോക്കിക്കേ, ലക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഡാൻ ഇത് തുറന്ന് നോക്കട്ടെ. ഇത് ഗൈസ് ജസ്റ്റ് വെറുതെ വരച്ചിട്ടുള്ളൂ. കളർഫുള്ളൊന്നുമല്ല, സാധാ നോർമൽ പേപ്പറാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ ഇത് ശരിക്കും എന്തിനാ മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയായിട്ട് ഞാൻ മേടിച്ചാണ്ട് കുട്ടികൾക്കൊക്കെ മറ്റേ ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കാൻ വേണ്ടി ക്ലാസ്സിൽ കൊണ്ടുപോകുമ്പോൾ യൂസ് ചെയ്യാനായിട്ടൊക്കെ എഴുതുമല്ലോ. നല്ല ഭംഗിയിൽ ക്യൂട്ടായിട്ടുള്ള സാധനം, അങ്ങനെ കുട്ടികൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ മേടിച്ചു ഗൈസ്. പിന്നെ ഞാൻ മേടിച്ച സാധനം നമ്മുടെ വൂളൻ ത്രെഡാണ്. ഇതുപോലത്തെ വൂളൻ ത്രെഡ് മേടിച്ചിട്ട് 2 റിയാലോ 3 റിയാലോ ഉണ്ടായുള്ളൂ. പിന്നെ നമ്മുടെ സ്റ്റിക്ക് മേടിച്ചിട്ടുണ്ട്, ഐസ്ക്രീം സ്റ്റിക്ക്. വീതിയില്ലാത്ത ടൈപ്പ് സ്റ്റിക്കാണ്. ഇതിന് 1.75 റിയാലുള്ളൂ. അത് ഞാൻ 3 മേടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ കാശിക്കുട്ടന് മേടിച്ചിട്ടുള്ള പുസ്തകമാണ് ഇത്. കണ്ടോ, ക്യൂട്ടായിട്ടുള്ള കാശിക്കുട്ടന് ഒരു കിറ്റിന്റെ പടമൊക്കെ ഉള്ള ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് ഇതിനകത്ത് ബ്രഷും ഉണ്ട് ഗൈസ്. കാശിക്കുട്ടനെ നോക്കിക്കേ, ഇത് കണ്ടോ. ഇതിനകത്ത് വാട്ടർ കളർ കൊടുക്കാട്ടോ. കാശിക്കുട്ടന് കാശിക്കുട്ടന് ഓരോ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഇത് നോക്കിയേ, തുറക്കുമ്പോൾ കാണാം. ഇത് കണ്ടോ, ഇതിനകത്ത് ഇത് കണ്ടോ, ഇതാണ് കാശിക്കുട്ടനെ മേടിച്ചത് കേട്ടോ. ഇത് കണ്ടോ, ഇതിനകത്ത് ഓരോരോ പടങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് കളർ കൊടുക്കാം. ബ്രഷും അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നാ കാശിക്കുട്ട ഇത് എടുത്തോളൂ. ഓക്കെ ഗായ്സ്, പിന്നെ ഞാൻ മേടിച്ച സാധനം എന്താണെന്നറിയാമോ? ഇതുപോലത്തെ സ്റ്റിക്ക് മേടിച്ചേ, സാധാരണ നമ്മുടെ പോപ്പ് സ്റ്റിക്ക്. പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ളത് കബാബ് സ്റ്റിക്കാണ് കേട്ടോ. ഇതിന് 2 റിയാൽ എന്തോ ആണ് കേട്ടോ ഒരെണ്ണത്തിന്. ഇത് കണ്ടോ, ഇത്ര നല്ല കട്ടിയുള്ള കബാബ് സ്റ്റിക്കുകളാണ് കേട്ടോ. ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചാണ്. 1 2 3 4 സ്റ്റിക്കുകൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ച സാധനങ്ങൾ കുറച്ച് ബാക്കിൽ ഇരിപ്പുണ്ട്. കാശിക്കുട്ടിൻ്റെ തോക്ക് മേടിച്ചു. ണ്ട് അതെ, ഇതൊക്കെ റിമോട്ട് കാറാണ് കേട്ടോ. റിമോട്ട് കാർ മേടിച്ചിട്ടുണ്ട്. പിന്നെ പിള്ളേരുടെ കളിപ്പാടുണ്ടല്ലോ, വെച്ച് കളിക്കുന്ന ബ്ലോക്ക്, മറ്റേ എന്താ ഇത് തീവണ്ടി ബിൽഡിംഗ് ബ്ലോക്സ് മേടിച്ചിട്ടുണ്ട്. ഇത് ബിൽഡിംഗ് ബ്ലോക്ക് ആക്ച്വലി കാശിക്കുട്ടിന് മറ്റേ തീവണ്ടി ഉണ്ടാക്കണ ബ്ലോക്കാണ്. പിന്നെ ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്. ഈ സാധനം മേടിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ കോക്കാച്ച് കാറ്റസാ എന്തോ പേര് എനിക്കറിയത്തില്ല. ഈ വൃത്തികെട്ട കോക്കാച്ചിനെ കാശി മേടിച്ചിട്ടുണ്ട്. പിടിച്ചോ. പിന്നെ കാശിക്കുട്ടിന് കുറേ ABCD വെക്കണ ബസ്സിൽ മേടിച്ചിട്ടുണ്ട്. 1 2 3 4 5 6 എഴുതിയേക്കണ ബോള് മേടിച്ചിട്ടുണ്ട്. പിന്നെ അയ്യോ ഇത് കുടുങ്ങി ഗൈസ്. നിക്ക് പിന്നെ കാശിക്കുട്ടിന് വലിയൊരു തോക്ക്. ഇതിപ്പോൾ മേടിച്ചല്ല കേട്ടോ, നേരത്തെ ഇരിക്കുന്ന തോക്കാണ്. പിന്നെ കാശിക്കുട്ടിനെ മേടിച്ച സാധനമാണ് സ്റ്റിക്കർ. ഈ സ്റ്റിക്കറിന്റെ പകുതിയും കൊണ്ടേ കാശിക്കുട്ടിന്റെ മുറിയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സൂപ്പർമാൻ, സ്പൈഡർമാൻ്റെ ഒക്കെ സ്റ്റിക്കറുകളാണ്. ക്യാപ്റ്റൻ അമേരിക്കൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ജീപ്പ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ കാശിക്കുട്ടന് ബബിള് ഊതന മറ്റേ എന്തെന്നാ മറ്റേ നിറച്ച് ബബിള് തന്നെ എന്തെന്നാ ഇത് തുറക്കാൻ പറ്റൂലോ ബബിള്. അത് ഇതെവിടെയാണ്. ശരി ഗൈസ്, ഇതാണ് ഓട്ടോ. സോറി ഗൈസ്. അപ്പൊ ഇതിൽ കൂടി ഇങ്ങനെ ബബിള് വരില്ല നിറച്ച്. ബബിളിന്റെ മറ്റേ തോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ബബിള് തോക്ക് മേടിച്ചിട്ടുണ്ട്. പിടി. പിന്നെ കാശിക്കൂട്ടിന് എന്താ മേടിച്ചത്? പിന്നെ കാറോ വണ്ടിയോ എന്താണ്ടൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ വേറൊരു സാധനം മേടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു, ക്ലാപ്പ് ചെയ്യാൻ. ഇത് മേടിച്ചിട്ടുണ്ട്. ചോറിനണ കൈ കൊണ്ട് കാണിക്കണം ഗൈസ്. പിന്നെ കാശുകൊണ്ട് സ്പൈഡർമാന്, പിന്നെ ബാറ്റ്മാനോ അങ്ങനെ എന്താണ് ക്യാപ്റ്റൻ അമേരിക്കൻ എന്തൊക്കെയാണ് മേടിച്ചിട്ടുണ്ട്. അതൊന്നും ഇവിടെ കാണുന്നില്ല. അതൊക്കെ പറക്കിക്കൊണ്ട് പോയിട്ടുണ്ട് ഗൈസ് അവിടെ നിന്ന്. അപ്പോൾ ഞാനൊരു സാധനം കൂടി കാണിക്കാൻ മറന്നുപോയി ഗൈസ്. അത് ഞാൻ സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കായിരുന്നു. ഇതെന്താണെന്ന് അറിയാമോ? ഇതുപോലത്തെ കുഞ്ഞിത് കണ്ടോ, ലാമ്പ് വെക്കണ സാധനം. ഇതിൻ്റെ ഒരു കുപ്പി കേട്ടോ.
നല്ല ഭംഗിയല്ലേ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റുന്നത്. പിന്നെ ഇത് നോക്കിക്ക്, ഇതുപോലത്തെ ഒരു കുഞ്ഞ് ലാമ്പൊക്കെ വെക്കണ പോലത്തെ നല്ല ഭംഗിയുള്ളൊരു ജാറട്ടോ. ഡെക്കറേഷൻസിന് വെക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ചെറിയൊരു കുഞ്ഞ് ഇതും കൂടി മേടിച്ചിട്ടുണ്ട്. നമ്മുടെ സ്പ്രേ ഒക്കെ ബോട്ടിൽ നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കി കുഞ്ഞിതായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ചെറിയൊരു ബോട്ടിലും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇത്ര സാധനം കൊണ്ട് ഞാൻ കാണിക്കാൻ മറന്ന് പോയി ഗൈസ്. അപ്പോൾ എവിടെ പിന്നെ അതേ കാറ്, പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ റിയാൽ ഷോപ്പിൽ പോയിട്ടുള്ള മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഷോപ്പിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ മറക്കണ്ട. നമ്മുടെ റിയാദിൽ അസീസിയയിൽ ഹറം സെൻറ്റർ മാളുണ്ട്. ഹറം സെൻറ്റർ മാളിൻ്റെ വലിയ നീളത്തിലുള്ളൊരു മാളുണ്ടല്ലോ, ഹറം സെൻറ്റർ മാളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു 1 റിയാൽ ഷോപ്പ് വന്നത്. ഗോൾഡൻ റിയാൽ ഷോപ്പ് എന്ന് അതിനകത്ത് മെൻഷൻ ആക്കി അവിടെ എഴുതിയിട്ടുണ്ട്. വെണ്ടക്കാശത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയേക്കണം, അറബിയിലല്ല. അപ്പോൾ അറബിയിലും എഴുതിയിട്ടുണ്ടെന്ന് 1 റിയാൽ ഗോൾഡൻ റിയാൽ ഷോപ്പ് എന്ന് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ കടയല്ല, എന്നാൽ ഇങ്ങനെ പൊക്കത്തേക്ക് നോക്കിയാൽ നമുക്ക് എഴുതിയേക്കണ കാണാൻ പറ്റും. ആ മാളിൻ്റെ നേരെ കറക്റ്റ് ഓപ്പോസിറ്റ് അല്ല, കുറച്ചും കൂടെ ഫ്രണ്ടിലായിട്ട് മാറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക. ഇവിടെ ഒന്നിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഗൈസ്, വീഡിയോക്ക് ലൈക്ക് ചെയ്യേണ്ട പോകുന്നത് നമ്മളൊരു 1000 ലൈക്കെങ്കിലും ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ടാറ്റ പറഞ്ഞേ, എനിക്ക് ചുമ വന്നു ഗൈസ്. ബൈ ബൈ. ലൈക്ക് ചെയ്യണമെന്ന് പറ, സപ്പോർട്ട് ചെയ്യണം. ബൈ.